ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 53 തുടങ്ങി 61 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ പറഞ്ഞ വിഷയം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനമായിരുന്നു. ആ സന്തോഷ വാർത്ത മറിയം അലൈഹി സ്വലാമിനെ അറിയിച്ചതും അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ജനിക്കണ കാര്യമൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ്? ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ്, അതിനുള്ള തെളിവുകളായിട്ട് എനിക്ക് അള്ളാഹു കുറച്ച് ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയായിരുന്നു? കളിമണ്ണ് കുഴച്ച് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൽ ഊതുമ്പോൾ അത് ജീവനുള്ള പക്ഷിയായിട്ട് മാറുന്നു. പിന്നെ ജന്മന അന്ധനായവനെയും വെള്ളപ്പാണ്ടുള്ളവനെയും സുഖപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ എന്താണ് കഴിച്ചതെന്ന്, എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്ന് ഒരാളെ കാണുമ്പോൾ പറയാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെയാണ് ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ് എന്നതിനുള്ള തെളിവായിട്ട് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, ഞാൻ വന്നത് എന്തിനാണ്? ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ മുമ്പുള്ള വേദഗ്രന്ഥം എന്ന് വെച്ചാൽ തൗറാത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിളിൽ പറയണത് ഇങ്ങനെയാണ്: ഞാൻ ന്യായപ്രമാണം എന്ന് വെച്ചാൽ തൗറാത്തിനെ, ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രയും ഞാൻ വന്നത്. ഈ പറഞ്ഞ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെയൊക്കെ നീക്കി പുതിയൊരു മതവുമായിട്ട് വന്നതല്ല, അതിനെയൊക്കെ നിവർത്തിക്കാൻ, അതിനെ ഒന്നും കൂടിയും സത്യമാക്കി പ്രാവർത്തികമാക്കാൻ വേണ്ടി വന്നതാണ്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. അതായത് ലോകാവസാനം വരെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിനെ ഞാൻ നീക്കാൻ വന്നതല്ല, അതിനെ നിവർത്തിപ്പാൻ അല്ലെങ്കിൽ അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ വന്നത് എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. അപ്പോൾ ഈ ഇഞ്ചീൽ, ഈസാ നബിക്ക് കൊടുത്ത ഇഞ്ചീൽ എന്ന വാക്കിൻ്റെ ഉള്ള അർത്ഥം എന്താ? സുവിശേഷം എന്നാണ് അർത്ഥം. അതിൽ ഉപദേശങ്ങളും താക്കീതുകളും ഉപമകളും ഒക്കെയാണ് ഉള്ളത് എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ യേശു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത്, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും ആരാണ്? നിശ്ചയമായും അള്ളാഹു ആണ് എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും എന്ന് പറഞ്ഞു. അതാണ് നേരായ പാത എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും വളരെ കുറച്ച് ആളുകളാണ് ഈ യേശുവിനെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ പിൻപറ്റാനുണ്ടായിരുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി അവരുടെ കുഫർ, അവരുടെ അവിശ്വാസം മനസ്സിലായപ്പോൾ ചോദിച്ചു, ആരുണ്ട് എന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചത് എന്താണ്? ഈ പ്രബോധനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ആരുണ്ട്, എനിക്ക് ശേഷം ആരുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കണത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ പറയുന്നുണ്ടല്ലേ, ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവരിലേക്ക് ഇത് എത്തിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് ഒരു ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നിങ്ങൾ ഇതിനെ പ്രബോധനം നടത്തണം എന്നാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈസാ നബി അലൈഹി സ്വലാം പറയണത്. എനിക്ക് ആരുണ്ട് എന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഹവാരിയുകൾ, അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തിന് കീഴൊതുങ്ങിയവരാണ് എന്നാണ് അർത്ഥം, അല്ലെ? മുസ്ലിം എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹുവിന് കീഴൊതുങ്ങിയ ആളുകളാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നാണ് ഈ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരു 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആളുകളൊന്നും വിശ്വസിച്ചില്ല എന്നൊക്കെ നമ്മൾ മുമ്പത്തെ പേജ് പഠിച്ചപ്പോൾ മനസ്സിലാക്കി, അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത പേജിലും വരണത്. ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. ഇത് ഈ അപ്പോസ്തലന്മാരുടെ ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. എന്താണ്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിമാ അൻസൽത്ത, നീ അവതരിപ്പിച്ചതിൽ, നീ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു, വത്തബഅന റസൂൽ, റസൂലിനെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു, ഫക്തുബ്ന, അതിനാൽ നീ ഞങ്ങളെ രേഖപ്പെടുത്തണമേ, മഅ ഷാഹിദീൻ, സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിൻ്റെ
എല്ലാ കൽപ്പനകളും അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്, പ്രവാചകനെ പിൻപറ്റുന്നുണ്ട്, അതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ ഞങ്ങളെ നീ സാക്ഷ്യപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ രേഖപ്പെടുത്തണമെന്നാണ് ഇവർ പ്രാർത്ഥിക്കണത്. വളരെ കുറച്ചു പേരാണ് വിശ്വസിച്ചത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ വിശ്വസിക്കാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ ഉണ്ടായിരുന്നത്. അവർ ഈ ഈസാ നബി അലൈഹി സ്വലാമിനെയും അല്ലെങ്കിൽ യേശുവിനെയും അദ്ദേഹത്തിൻ്റെ സത്യപ്രബോധനങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങളും ഇവർ നടത്തി. പക്ഷെ അവർക്കെതിരെ എന്തായത് അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പോൾ ഈ ആരാണ് വിശ്വസിക്കാണ്ടിരുന്ന ആളുകൾ? അന്നുണ്ടായിരുന്ന ജൂത പുരോഹിതന്മാരാണ്. അന്നത്തെ കാലത്ത് മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് അല്ലേ, ജൂതന്മാരാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അനുയായികളാണ്. അപ്പോൾ അവർക്ക് എന്താണ്, ഈ ഈസാ നബി അലൈഹി സ്വലാം വന്നു, അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലൊക്കെ ജനങ്ങൾ ആകർഷകരായത് കണ്ടപ്പോൾ ഇവരുടെ പൗരോഹിത്യമൊക്കെ നഷ്ടപ്പെടുമെന്ന് ഇവർക്ക് പേടിയായി. ഇവരുടെ പാരമ്പര്യ ആചാരങ്ങളൊക്കെ ഇതുമൂലം നഷ്ടപ്പെടുന്നൊക്കെ ഇവർക്ക് പേടിയുമായി. അങ്ങനെ അപ്പോൾ അവർക്ക് അസൂയ വന്നു. ഇവരുടെ ആ പവർ അങ്ങോട്ട് പോവല്ലേ. മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവരുടേതായ കുറേ ആചാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുമെന്ന് പേടിയായപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈസാ നബീനെ കുറിച്ച്, യേശുവിനെ കുറിച്ചിട്ട് പറഞ്ഞ വ്യഭിചാരപുത്രനാണ്, ചെപ്പടി വിദ്യക്കാരനാണ്, കള്ളവാദിയാണ്, രാജ്യദ്രോഹിയാണ്, അങ്ങനെ ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിനെ കുറിച്ച് എന്ത് പറഞ്ഞു, വ്യഭിചാരിണിയാണ്, വ്യഭിചരിച്ച് പ്രസവിച്ചവളാണെന്നൊക്കെയാണ് പറഞ്ഞു വരുത്തിയത്. അപ്പം ഇതാണ് ഇവരുടെ കാരണം, ദേഷ്യം വരാനുള്ള ഈസാ നബീനോട് അല്ലെങ്കിൽ യേശുവിനോട് ഇവർക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? ഇവരുടെ അപ്പോഴുള്ള കുറച്ച് സുഖങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ആധിപത്യമൊക്കെ നഷ്ടപ്പെടുന്നു ഇവർക്ക് തോന്നിയതുകൊണ്ടാണ്. ഇവർ ഈ കള്ളവാദങ്ങളൊക്കെ നടത്തിയല്ലോ, ഇത് കള്ളവാദിയാണ്, വ്യഭിചാരപുത്രനാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഏൽക്കാണ്ടായപ്പോൾ ഇവർ പിന്നെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നീങ്ങി. എന്താണ്, എങ്ങനെയെങ്കിലും ഈസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലണം എന്നായി. കാരണം ഇവർ ഈ പറഞ്ഞത് വെച്ചിട്ടൊന്നും ഇദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾക്കൊന്നും ഒരു തടസ്സം വന്നില്ല. ഇവർ വ്യഭിചാരപുത്രനാണെന്ന് പറഞ്ഞിട്ടൊന്നും പ്രബോധനത്തിന് തടസ്സവും വന്നില്ല, ജനങ്ങൾ ആകർഷകരാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും ഈസാ നബി അലൈഹി സ്വലാമിനെ അല്ലെങ്കിൽ യേശുവിനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ബൈബിളിൽ പറയണ കാര്യം എങ്ങനെയാണ്, റോമൻ കൈസറുടെ കീഴിൽ പിലാത്തോസ് രാജാവായിരുന്നു ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പുരോഹിതന്മാർക്കൊന്നും അവിടെ ഒരു കൽപ്പന നടത്താനോ ഒരു കാര്യം നടത്താനുള്ള അധികാരമൊന്നുമില്ല. അതാർക്കാണ്? ഈ പിലാത്തോസ് രാജാവിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ യേശുവിനെ കുറിച്ചിട്ട് രാജാവിൻ്റെ മുമ്പിൽ പല ആരോപണങ്ങളും ഉന്നയിച്ചു. അദ്ദേഹം റോമൻ ഭരണകൂടത്തിനെതിരെ പ്രചാരണം നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പോയി പറഞ്ഞു കൊടുത്തത്. യേശു യഹൂദരുടെ രാജാവായി തീരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്, ഞങ്ങൾക്ക് രാജാവായിട്ട് കൈസർ തന്നെ മതി എന്നൊക്കെയാണ് ഇവർ പോയിട്ട് പറഞ്ഞത്. അങ്ങനെ ഈ പിലാത്തോസ് രാജാവ് യേശുവിനെ വിളിച്ചിട്ട് വിചാരണ നടത്തി. അപ്പോൾ ഈ ഒരു വിഗ്രഹാരാധന നടത്തുന്ന ആളാണ് ഈ പിലാത്തോസ്. അദ്ദേഹത്തിന് പോലും മനസ്സിലായി ഇവർ പറയുന്ന ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന്. എന്നിട്ടും പക്ഷെ ഇവർ സമ്മതിക്കണില്ല. ഇവനെ ക്രൂശിക്കൂ, യേശുവിനെ കുറിച്ചിട്ട് പറയണാണ്, യേശുവിനെ ക്രൂശിക്കൂ എന്നാണ് അവർ ആർത്ത് വിളിച്ചത്. അങ്ങനെ നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് വേണ്ടത് ചെയ്തു കൊള്ളുക എന്ന് പിലാത്തോസ് രാജാവ് പറഞ്ഞു. അപ്പോൾ ഇവരുടെ മറുപടി എന്തായിരുന്നു വെച്ചാൽ, നിയമപ്രകാരം അവനെ കൊല്ലേണ്ടതാണ്, പക്ഷെ കൊല്ലുവാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഈ വധിക്കുവാൻ അല്ലെങ്കിൽ വധശിക്ഷ നടത്തുവാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഈ പിലാത്തോസ് രാജാവിനാണുള്ളത്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ റോമൻ കൈസറുടെ ചെന്ന് പറയും, നിങ്ങൾ റോമൻ കൈസറുടെ എതിരാളിയാണെന്ന് ഞങ്ങൾ പറയുന്നു ഇവർ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തെ വധിക്കുന്ന പാപത്തിൽ നിന്നും ഞാൻ ഒഴിവാണെന്നും നിങ്ങൾ തന്നെ ആ പാപം ഏറ്റെടുക്കണമെന്നും അറിയിച്ചുകൊണ്ട് പിലാത്തോസ് അവസാനം യഹൂദികളുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ നിർബന്ധിതനായി എന്നാണ് ബൈബിളിൽ പറയണത്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യഗണത്തിലുള്ള യൂദാസ് എന്നു പേരുള്ള ഒരാൾ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. 30 പണം പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ഒറ്റിക്കൊടുത്തു. അവൻ യഹൂദ പുരോഹിതന്മാരെയും പിലോത്താസിൻ്റെ പട്ടാളക്കാരെയൊക്കെ കൊണ്ട് പന്തം കൊളുത്തിക്കൊണ്ട് രാത്രി ഈസാ നബി അലൈഹി സ്വലാമിനെ അന്വേഷിച്ചു പോയി. അപ്പോൾ അദ്ദേഹവും കുറച്ച് ശിഷ്യന്മാരും തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ യൂദാസ് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് അദ്ദേഹത്തെ, അതായത് ഈസാ നബീനെ അല്ലെങ്കിൽ യേശുവിനെ കാണിച്ചു കൊടുത്തു. കൂടെയുള്ളവർ അദ്ദേഹത്തെ പിടിച്ചു ബന്ധിക്കുകയും മുൾക്കിരീടം ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പല അക്രമങ്ങളും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കുരിശിൽ കയറ്റിയെന്നാണ് ബൈബിള് പറയണത്. ഈ പിലാത്തോസ് രാജാവിനെ കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാനുള്ള വിധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ കാരണങ്ങൾ, യേശുവിനെ മുട്ടുകുത്തിക്കാനായിട്ട് കുറേ കാരണങ്ങളും കൊണ്ടുവന്നു. ഒരു വേശ്യയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതിന് വിധി നടത്തണം എന്ന് പറഞ്ഞു. അപ്പം ന്യായപ്രമാണ പ്രകാരം വിധി നടത്തേണ്ടത് എങ്ങനെയാണ്? വ്യഭിചാരം ചെയ്ത ഒരാൾക്കുള്ള ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ്. അത് പക്ഷേ റോമ നിയമപ്രകാരം അത് തെറ്റുമാണ്. അപ്പോൾ ആ സമയത്താണ് ഈസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ യേശുവിൻ്റെ വിഖ്യാതമായ പ്രഖ്യാപനം ഉണ്ടാവുന്നത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത്. അതുപോലെ നികുതി കൊടുക്കണ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈസാ നബി അലൈഹി സ്വലാമിനോട് വിധി ചോദിച്ചവർ വന്നു. എന്തെന്നാണ് പറഞ്ഞത്? രാജാവിന് കപ്പം കൊടുക്കണ ഒരു വിഷയത്തിലാണ്.
അപ്പോൾ അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ നിങ്ങൾ നികുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായപ്രമാണം അനുസരിച്ച് തെറ്റാവും. ഇനി കൊടുക്കരുത് എന്ന് പറഞ്ഞാലോ റോമൻ നിയമപ്രകാരം അതും തെറ്റാവും. അങ്ങനെ അപ്പോൾ ഇവർ യേശുവിനെ കൊടുക്കാനുള്ള ഓരോ തന്ത്രങ്ങളുമായിട്ടാണ് വന്നത്. അപ്പോഴും യേശുവിൻ്റെ ഒരു പ്രസ്താവന എന്താണ്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞു. അതായത് ഒരിക്കലും മതവും ദൈവവും അല്ലെങ്കിൽ നിയമവും വ്യത്യാസം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കണത്. അത് ഈസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ യേശു സമർത്ഥമായി തിരിച്ചു പ്രയോഗിച്ചൊരു തന്ത്രമാണ് അതെന്നാണ് പറഞ്ഞത്. കാരണം സീസറിന് രാജാവിനുള്ളത് രാജാവിന് കൊടുക്കണം, ദൈവം എന്താണോ കൽപ്പിച്ചത് നിങ്ങൾ ആ നിയമങ്ങളനുസരിച്ച് ജീവിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ ഇവർ പ്രയോഗിച്ചു. അപ്പോൾ അതിനെതിരെ അള്ളാഹു തിരിച്ചിവരോട് തന്ത്രം പ്രയോഗിച്ചു എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പോൾ മക്കറു അവർ തന്ത്രം പ്രയോഗിച്ചു. മക്കർ എന്ന് വെച്ചാൽ തന്ത്രം അല്ലെങ്കിൽ കൈദ്, ഇതുപോലുള്ളൊരു വാക്ക് തന്നെയാണ് കൈദുൻ. കൈദുൻ എന്ന് വെച്ചാലും തന്ത്രം തന്നെയാണ്. അപ്പോൾ മക്കറു അവർ തന്ത്രം പ്രയോഗിച്ചു. മക്കർ അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവനിൽ ഉത്തമനാണെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരണത്. അടുത്ത ആയത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവർ പല കുതന്ത്രങ്ങളും മെനഞ്ഞ് യേശുവിനെ കൊല്ലാനായിട്ട് കുരിശിലേറ്റാനുള്ള തന്ത്രവുമായി നിൽക്കുന്ന സമയത്ത് അള്ളാഹു എന്താണ് യേശുവിനോട് പറഞ്ഞതെന്നാണ് പറയണത്. ഇത് അള്ളാഹു പറഞ്ഞ സന്ദർഭം, യാ ഈസ, ഹേ ഈസ, അള്ളാഹു വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു എന്തെന്ന്? ഞാൻ നിന്നെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നവരാണ്, നിന്നെ ഞാൻ ഉയർത്തി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും, നിന്നെ പരിശുദ്ധനാക്കുന്നു, നിന്നെ ഞാൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് കുരിശിൽ തറയ്ക്കാൻ ഇവർക്ക് പറ്റിയില്ല. ബൈബിളിൽ പറയണത് കുരിശിലേറ്റി എന്നാണ്. അപ്പോൾ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വ്യക്തമായി പറഞ്ഞു തരാണ്. ഈസാ നബീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ പോവുകയാണ്, നിന്നെ ആകാശത്തിലോട്ട് അല്ലെങ്കിൽ എന്നിലേക്ക് ഉയർത്താൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. സൂറത്തു നിസായിൽ ഈ ഇസ്രായേലിയർക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവാനുള്ള പല കാരണങ്ങളും പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ട്, വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ മറിയമിൻ്റെ പുത്രൻ ഈസായെ ഞങ്ങൾ കൊന്നെന്ന് അവർ പറയുമ്പോൾ തിരിച്ച് അള്ളാഹു അവർ പറയണ മറുപടി ഇതാണ്: വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല, വമാ സ്വലബൂഹു, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല, വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് പരസ്പരം തിരിച്ചറിയപ്പെടാതെ പോയതാണ്. അതായത് അവർ വധിച്ചത് ഈസാ നബീനെ അല്ലെങ്കിൽ യേശുവിനെ അല്ല, അവർക്ക് ആള് മാറിയിട്ട് ആണ് അവർ വധിച്ചത്, അവർ വേറൊരാളെയാണ് വധിച്ചത് എന്ന് കൃത്യമായിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബൈബിളിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുക, അള്ളാഹു പറഞ്ഞ പോലെ തന്നെ അവർ കുരിശിലേറ്റിയത് യേശുവിനെ തന്നെയാണോ അല്ലെങ്കിൽ അവർ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ളത്. ഈ യേശുവിനെ പിടിച്ചുകൊണ്ട് വന്നവർ അദ്ദേഹത്തെ നേരിൽ അറിയാത്ത ആളുകളായിരുന്നു. രാത്രി പന്തം കൊളുത്തിക്കൊണ്ടാണ് ഇവർ തോട്ടത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞു നടന്നത്. വിചാരണ സമയത്ത് യഹൂദികൾ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് പറയണത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഈ യേശുവിനെ കുരിശിൽ തറച്ച സമയത്ത് ഉള്ള ഒരു കരച്ചിൽ, യേശുവിൻ്റെ വല്ലാത്തൊരു രോദനത്തെക്കുറിച്ച് പറയണത് എന്താണ്? ഏലി ഏലി ലമാ സബത്താനി എന്നാണ് പറയണത്. അതായത് എൻ്റെ ദൈവമേ നീ എന്തിനാണ് എന്നെ കൈവിട്ടത് എന്ന്. അപ്പോൾ ഒരു ദൈവം യേശുവിനെ ദൈവമാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് പറയുകയാണെങ്കിലും ഒരു ദൈവം അങ്ങനെ കരയുമോ അല്ലെങ്കിൽ ഒരു ദൈവപുത്രൻ അങ്ങനെ കരയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ. അപ്പോൾ ഈ ഏലി ഏലി ലമാ സബത്തനി എന്നുള്ളതിനെ അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താ? ഇലാഹി ഇലാഹി ലിമ തറക്തനി എന്നാണ്. ഇലാഹി ഇലാഹി എന്ന് വെച്ചാൽ എൻ്റെ ഇലാഹെ അല്ലെങ്കിൽ എൻ്റെ ദൈവമേ, ലിമ എന്തിനാണ്, തറക്തനി തറക്കാന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു, നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത്, എന്നെ കൈവിട്ടത് എന്തിനാണെന്നാണ് പറയണത്. ഒരിക്കലും ഒരു ദൈവമോ അല്ലെങ്കിൽ ദൈവപുത്രനോ അങ്ങനെ കരയൂല അല്ലേ. ഇനി യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസാ നബി പോലും ഒരിക്കലും അങ്ങനെ പറഞ്ഞ കാര്യമില്ല. കാരണം അള്ളാഹു കൈവിടും, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു ഒരിക്കലും കൈവിടൂല. അപ്പോൾ ആ മരണപ്പെട്ടത് ഒരിക്കലും ഈസാ നബി അല്ല എന്നുള്ളത് ഈ ഒരു കരച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണല്ലേ. പിന്നെ അപ്പോൾ ആരാണ് കുരിശിൽ ഏറ്റപ്പെട്ടത് എന്നുള്ളതിന് പല അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായം പറയണത് ഷീമോൻ എന്ന് പറഞ്ഞ ഒരു പാവം മനുഷ്യനാണെന്നാണ്. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 32-ലും മാർക്കോസിൻ്റെ 15-ാം അധ്യായം 21-ലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 23-ാം അധ്യായം 26-ലും ഒക്കെ പറയണത് ഷീമോൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ വയലിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ ഈസാ നബീനെ കൊണ്ടിട്ട് അല്ലെങ്കിൽ യേശുവിനെയും കൊണ്ട് പോകുമ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഈ കുരിശ് ചുമക്കാനായിട്ട് ഷീമോൻ്റെ ചുമലിൽ കുരിശ് വെച്ചു കൊടുത്തു എന്നാണ് പറയണത്. അങ്ങനെ മുകളിലെത്തിയപ്പോൾ ഈ യേശുവിന് പകരം ഈ ഷീമോനെയാണ് കുരിശിലേറ്റിയത് എന്നാണ് ഒരു അഭിപ്രായം പറയണത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 23-ാം അധ്യായം 26-ാമത്തെ വചനം പറയണത് ഇങ്ങനെയാണ്: അവനെ കൊണ്ടുപോകുമ്പോൾ, അവനെന്ന് വെച്ചാൽ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്നും വരുന്ന ഷീമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ച് കുരിശു ചുമപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി എന്നാണ് പറയണത്. അപ്പോൾ ഒരു അഭിപ്രായ പ്രകാരം ഈ ഷീമോനെയാണ് കുരിശിലേറ്റിയത് എന്നാണ്.
പിന്നെ ബർണബാസിൻ്റെ സുവിശേഷ പ്രകാരം പറയണത് ജൂദാസിനെയാണ്, അതായത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് തന്നെയാണ് കുരിശിലേറ്റപ്പെട്ടത് എന്നാണ് പറയണത്. ഈ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് പട്ടാളക്കാരെയായിട്ട് വരികയാണ്. ആ സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരെല്ലാം ഉറക്കത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ആരവം, ആ പുറത്ത് അവരെത്തിയ ഒരു സമയത്ത് മാലാഖമാർ വന്ന് ജനലിലൂടെ യേശുവിനെ വഹിച്ചുകൊണ്ട് മൂന്നാം ആകാശത്തേക്ക് പോയി. അതായത് ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുപോയി എന്നാണ് ഈ ബർണബാസിൻ്റെ സുവിശേഷ പ്രകാരം പറയണത്. തുടർന്ന് പറയണത് എങ്ങനെയാണ്, യേശുവിനെ മാലാഖമാർ കൊണ്ടുപോയ സമയത്ത് യൂദാസ് ഇവരുടെ റൂമിലോട്ട് ചാടി കടന്നപ്പോൾ ഈ അപ്പോസ്തലന്മാരെല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. യൂദാസിൻ്റെ രൂപവും ശബ്ദവും ഒക്കെ മാറി യേശുവിൻ്റെ രൂപത്തിലോട്ട് മാറി. അങ്ങനെ ഇവർ ഈ അപ്പോസ്തലന്മാർ ശിഷ്യന്മാരെയൊക്കെ എണീപ്പിച്ചിട്ട് വിളിച്ചിട്ട് ചോദിക്കും, എവിടെ നിങ്ങളുടെ ഗുരു എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഇവർ ചോദിക്കും, എന്താണ് താങ്കൾ പറയുന്നത്, താങ്കളല്ലേ ഞങ്ങളുടെ ഗുരു എന്ന് അവർ തിരിച്ച് മറുപടി ചോദിക്കും. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് യൂദാസ് പറയും, ഞാൻ യൂദാസ്, എന്നെ മനസ്സിലാക്കാത്ത നിങ്ങളൊരു വിഡ്ഢികൾ തന്നെയെന്ന് തിരിച്ചു പറയും. പക്ഷേ പട്ടാളക്കാരകത്ത് കയറി യൂദാസിനെ യേശുവാണെന്ന് കരുതിയിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യൂദാസ് കിടന്ന് കരഞ്ഞിട്ട് പറയും, ഞാൻ യേശു അല്ല എന്ന് പറയും. അപ്പോൾ ഈ പട്ടാളക്കാർ പറയും, താങ്കളെ ഇസ്രായേലിൻ്റെ രാജാവാക്കാനാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കുരിശിൽ തറച്ചു എന്നാണ് ബർണബാസിൻ്റെ സുവിശേഷ പ്രകാരം മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും യേശുവിനെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ കുരിശിൽ തറച്ചിട്ടില്ല എന്നത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. പകരം കുരിശിൽ തറയ്ക്കപ്പെട്ടത് ശീമോനോ അല്ലെങ്കിൽ യൂദാസോ ആയിരിക്കാം. അപ്പം ഇനി നമുക്ക് ആയത്തിലോട്ടൊന്ന് നോക്കാം. ഇത് ഖാല പറഞ്ഞ സന്ദർഭം, അള്ളാഹു പറഞ്ഞ സന്ദർഭം, യാ ഈസ, ഹേ ഈസ, ഇന്നി മുത്തവഫിക്ക, നിശ്ചയമായും ഞാൻ നിന്നെ പൂർണ്ണമായി എടുക്കുന്നു. ഇവിടെ മുത്തവഫിക്ക എന്ന് വെച്ചാൽ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. തവഫ എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായി ഏറ്റെടുക്കുക. ഇപ്പോൾ കടം കൊടുത്താൽ അത് പൂർണ്ണമായി വസൂലാക്കി എന്നൊക്കെ ഉള്ള വാക്കിനും എന്ന ഉദ്ദേശത്തിലും ഈ തവഫ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മരണത്തിനും തവഫ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ആലങ്കാരികമായിട്ടാണ്. ഇപ്പം നമ്മൾ മരിച്ചു പോയ ഒരാളെ നമ്മൾ പറയും, അദ്ദേഹം നമ്മിൽ നിന്നും വിട വാങ്ങി, അല്ലെങ്കിൽ നമ്മിൽ നിന്നും യാത്ര പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അത് മരണത്തെ നമ്മൾ പറയാറുണ്ട്. മരിച്ച ഒരാളെക്കുറിച്ച് പറയും, അദ്ദേഹം നമ്മളിൽ നിന്നും വിടവാങ്ങിയെന്ന്. പക്ഷേ ഈ വിടവാങ്ങി അല്ലെങ്കിൽ യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കണതിന് മാത്രമല്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു ജോലിയൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു പോരണ ഒരു സമയത്ത് പറയും, അദ്ദേഹം നമ്മളിൽ നിന്നും നാട്ടിലോട്ട് യാത്രയായി എന്ന് പറയും അല്ലേ. അപ്പം അതുപോലെ തന്നെ തവഫ എന്നുള്ള വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം പൂർണ്ണമായി ഏറ്റെടുക്കുക എന്നാണ്. മരിച്ചു അല്ലെങ്കിൽ മരിപ്പിച്ചു എന്നൊരു അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇവിടെ ഉദ്ദേശം എന്താണ്, അള്ളാഹു പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു. വറാഫിയുക, റഫ എന്ന് വെച്ചാൽ നിന്നെ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഇലയ്യ, ഇങ്ങടെ എന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നു. വമുത്തഹിറുക, നിന്നെ ശുദ്ധമാക്കുന്നവനുമാണ്. മിനല്ലദീന കഫറു, അവിശ്വസിച്ചവരിൽ നിന്നും. വജാഇലുല്ലദീന തബഉക, ജഅല എന്ന് വെച്ചാൽ ആക്കും, ആരെ, അല്ലദീന തബഉക, നിന്നെ പിൻപറ്റിയവരെ, ഫൗഖല്ലദീന കഫറു, അവിശ്വസിച്ചവരേക്കാൾ മീതെ. അവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലെങ്കിൽ യേശുവിനെ പിൻപറ്റിയ ആളുകളെ ബാക്കി അവിശ്വസിച്ച ആളുകളുടെ മീതെയാക്കുന്നതാണ്. ഏതുവരെ? ഇലാ യൗമിൽ ഖിയാമത്തു നാൾ വരെ. അപ്പോൾ ഇതിൽ രണ്ടഭിപ്രായമാണ്. ഈ യേശുവിനെ പിൻപറ്റിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ഹവാരിയുകൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഹവാരിയ എന്ന വാക്കിന് അർത്ഥം എന്താ? നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമ എന്നാണ്. മറ്റൊരു ഉദ്ദേശവും ഇല്ലാണ്ട് ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾ, അതും ഹവാരിയിൻ്റെ അർത്ഥമാണ്. അതായത് നിഷ്കളങ്കമായി യേശു പഠിപ്പിച്ച അധ്യാപനങ്ങൾ പിൻപറ്റിയ ആളുകളാണ് ഹവാരിയുകൾ. അപ്പോൾ അവരെ ഖിയാമത്തു നാൾ വരെ അവിശ്വസിച്ച ആളുകളെക്കാൾ മുകളിലാക്കും. അതായത് ആരാണ് അവിശ്വസിച്ച ആളുകൾ? ജൂതന്മാരല്ലേ. ജൂതന്മാരിനേലും ഉയർത്തി ക്രിസ്ത്യാനികൾ, ഇപ്പോൾ യേശുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണല്ലേ, അവരെ ഉയർത്തും എന്നാണ് ഒരഭിപ്രായം പറയണത്. വേറൊരു അഭിപ്രായം പറയണത് എന്താ, ഈ ഹവാരിയുകൾ ശരിയായ യേശുവിൻ്റെ അധ്യാപനങ്ങളെ പിൻപറ്റിയ ആളുകളെയാണ് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഉയർത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. യേശുവിൻ്റെ അധ്യാപനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? ഏകദൈവ വിശ്വാസമാണ്.
എന്താണ് നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനില്ല എന്നാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് അല്ലേ. നമ്മളുടെ ആദ്യത്തെ അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല, അവൻ ഏകനാണ് എന്നുള്ള കാര്യം തന്നെയാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞെന്താണ്, ഞാൻ നീക്കാനല്ല വന്നത് നിവർത്തിപ്പാൻ അത്ര അല്ലേ, മുമ്പുള്ള വേദഗ്രന്ഥങ്ങളൊന്നും നീക്കാനല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പ്രബോധനം നടത്താൻ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടത് അല്ലേ, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കു കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകം 5-ാം അധ്യായം 8-ൽ പറയണതാണ്, 8-ാം വചനത്തിൽ പറയണ കാര്യമാണിത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞ പഴയ നിയമത്തിൽ തന്നെ ആവർത്തന പുസ്തകം 14-22 വചനത്തിൽ കാണാം, ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാക്കുന്ന എല്ലാ വിളയിലും 0.5 എടുത്തു വെക്കണം. അതായത് ഓരോ കൃഷി വിളകൾ നടത്തുമ്പോഴും 10% നിങ്ങൾ എടുത്തു വെച്ച് അത് ദാനം ചെയ്യണം എന്ന് അല്ലേ, ജക്കാത്ത് കൊടുക്കണം എന്നുള്ള കാര്യവും യേശു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പിന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതും നമ്മൾ നമ്മളുടെ നോമ്പല്ലേ, ആ ഉപവാസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയണത് എന്താണ്, ഈസാ നബി അല്ലെങ്കിൽ യേശു ആളുകളെ അഭിസംബോധന ചെയ്തിരുന്നത് ഷലോം അലൈക്കും എന്നാണ്. ഹിബ്രു ഭാഷയിലുള്ളതാണ് ഷലോം അലൈക്കും. ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ നിങ്ങൾക്ക് സമാധാനം, അവർക്കിടയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അല്ലേ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായി പറയണത്, നിങ്ങൾക്ക് സമാധാനം. അതായിരുന്നു ഈസാ നബിയുടെ അഭിസംബോധന. ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഷലോം അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് നമ്മളിപ്പോൾ പറയണ പോലെ തന്നെയാണ് ഈസാ നബി ആളുകളെ കാണുമ്പോൾ അഭിസംബോധന ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ചേലാകർമ്മം ചെയ്യൽ, നമ്മൾ സുന്നത്ത് കർമ്മം അല്ലേ, അതും ഏത് കാലത്ത് ആരോടുള്ള കൽപ്പനയാണ്, അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നാണ് ബൈബിൾ പറയണത്. അത് പുരുഷന്മാർ പരിച്ഛേദനം ചെയ്യണം അല്ലെങ്കിൽ സുന്നത്ത് കർമ്മം ചെയ്യണം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള പറയണ കാര്യങ്ങളാണിത്. അതിൽ പറയുന്നുണ്ട് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട്, ഇസ്മായിൽ പരിച്ഛേദനം നടത്തി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 23-ൽ കാണാം. പിന്നെ അതുപോലെ തന്നെ യേശു പരിച്ഛേദനം നടത്തി, ജനിച്ച് 8-ാം നാൾ പരിച്ഛേദനം നടത്തിയെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21-ൽ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ആരാണ് ഇന്ന് ജീവിതത്തിൽ പകർത്തി വരുന്ന ആളുകൾ, യഥാർത്ഥ യേശുവിൻ്റെ അനുയായികൾ ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പിന്നെ പറഞ്ഞ താടി വളർത്തുന്ന കാര്യമല്ലേ, നമ്മൾ ഏത് ചിത്രത്തിൽ നോക്കുമ്പോഴും യേശുവിനെ കുറിച്ച് പറയണം, യേശുവും ശിഷ്യന്മാരും ഒക്കെ താടി വളർത്തിയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതുപോലെ മദ്യപാനത്തെ കുറിച്ചിട്ട് പറയണതാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ൽ കാണാം. യോഹന്നാന്റെ സവിശേഷതയായിട്ട് പറയണതാണ്, അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. പിന്നെ ലേവ്യ പുസ്തകം 10-ാം അധ്യായം 8-9 വചനങ്ങളിൽ പറയണതാണ്, മദ്യം ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് യഹോവ അഹറോനോട് അരുൾ ചെയ്തത്, യഹോവ എന്ന് വെച്ചാൽ ദൈവം, അഹറോൻ എന്ന് വെച്ചാൽ ഹാറൂൻ നബി അലൈഹി സ്വലാം, അരുൾ ചെയ്തത്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കാൻ സമാഗമ കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അത് തലമുറയായുള്ള നിങ്ങളുടെ നിയമമായിരിക്കണം. ഇത് എല്ലാ തലമുറയിലേക്കുമുള്ള നിയമമാണ്, മദ്യപാനം പാടില്ല എന്നുള്ളത്. പിന്നെ ആവർത്തന പുസ്തകം 14-ാം അധ്യായം 21-ൽ പറയണത്, താനേ ചത്തതിനൊന്നും തിന്നാൻ പാടില്ല അല്ലേ. നമ്മൾ ഹലാലായത് തിന്നാൻ പാടുള്ളൂ എന്ന് പറയണത് തന്നെ, ചത്ത സാധനത്തിനെ, താനേ ചത്തതിനെ തിന്നാൻ പാടില്ല എന്ന് യേശുവിൻ്റെ അധ്യാപനങ്ങളിലുള്ള കാര്യമാണ്. അതുപോലെ ആവർത്തന പുസ്തകം 14-ാം അധ്യായം 8-ൽ പറയുന്നത്, പന്നി മാംസം തിന്നാൻ പാടില്ല എന്നാണ്. പന്നി അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധം, അവയുടെ മാംസം തിന്നരുത് എന്നാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ പലിശേനെ കുറിച്ചിട്ട് എന്താണ്, ആവർത്തന പുസ്തകം 23-ാം അധ്യായം 19-20 വചനങ്ങളിൽ പറയണത്, നിങ്ങൾ പാവപ്പെട്ടവരിൽ നിന്നും പലിശ വാങ്ങിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ആർത്തവകാലത്ത് ലൈംഗിക ബന്ധം പാടില്ല എന്നല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിക്കണ കാര്യം തന്നെയാണ്, നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചതാണ്. അപ്പോൾ അതും ലേവ്യ പുസ്തകം 20-ാം അധ്യായം 18-ാം വചനത്തിൽ പറയണത്, ഇത് അശുദ്ധി കാലമായതിനാൽ വേഴ്ച പാടില്ല തന്നെയാണ് ആവർത്തന പുസ്തകം അല്ലെ, യേശു പഠിപ്പിച്ച അധ്യാപനത്തിലുള്ള ഒരു കാര്യം കൂടി. പിന്നെ ഇനിയുണ്ട് ജനാപത്തുകാരായാൽ കുളിക്കണം നമുക്കറിയാം അല്ലേ, അതായത് ബീജസ്ഖലനം ഉണ്ടായാൽ കുളിക്കണം എന്നുള്ളത് ഒരു ഇസ്ലാമിക നിയമമാണ്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ലേവ്യ പുസ്തകം 15-ാം അധ്യായം 16-ാം വചനം പറയണത്, ഒരുത്തന് ബീജം പോയാൽ അവൻ്റെ ശരീരം മുഴുവൻ വെള്ളത്തിൽ കഴുകണം.
അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരണം എന്താണ്, ഒരേ ഒരു ദൈവമായ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള പ്രവാചകന്മാർ അവർ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനെ ഓരോരുത്തരും ഒരു പ്രവാചകനെ പറ്റും മറ്റേ പ്രവാചകനെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണ ഒരേ ഒരു സമൂഹമേ ഉള്ളൂ അല്ലേ. പിന്നെ പറഞ്ഞത് എന്താണ്, സ്ത്രീകൾ തലമറയ്ക്കണം. ഇതിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, സ്ത്രീ തലമറയ്ക്കുന്നില്ലെങ്കിൽ മുടി ക്ഷൗരം ചെയ്യട്ടെ, അത് അവൾക്ക് ലജ്ജയാണെങ്കിൽ അവൾ ശിരോവസ്ത്രം ധരിക്കട്ടെ. മുടി വടിച്ചു കളയാൻ അവൾക്ക് നാണക്കേട് ഉണ്ടെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്ന്. ക്രിസ്ത്യാനികളോട് മറ്റേ കന്യാസ്ത്രീകളോട് മാത്രമല്ല ഈ ശിരോവസ്ത്രം ധരിക്കാൻ പറ്റില്ല, മുഴുവൻ ജനങ്ങളോടുള്ള കൽപ്പനയാണ്. അതുപോലെ ആവർത്തന പുസ്തകം 22 5 വചനം പറയണത് ഇങ്ങനെയാണ്, പുരുഷവേഷം സ്ത്രീ ധരിക്കാൻ പാടില്ല, സ്ത്രീയുടെ വേഷം പുരുഷനും ധരിക്കരുത്. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കും വന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ. പുരുഷൻ്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയുണ്ട് വിവാഹമോചനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്നത് എന്താണ്, നിങ്ങൾക്കൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നിട്ട് അവളിൽ ഇഷ്ടക്കേടുണ്ടായാൽ ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് പറഞ്ഞയക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും അനിവാര്യമാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹമോചനമാകാമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം എന്താണ്, ആരാണ് യേശുവിൻ്റെ അനുയായികൾ, ശരിയായ അനുയായികൾ ആരാണ് ഇന്ന് ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞെന്താണ്, വജാഇലുല്ലദീന തബഉക, നിന്നെ പിൻപറ്റുന്നവരെ ആക്കുന്നവനുമാണ്, ഫൗഖല്ലദീന കഫറു, വിശ്വസിച്ച ആളുകളുടെ മീതെ ആക്കുന്നതാണ്, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തു നാൾ വരെ. പിന്നെ സുമ്മ ഇലയ്യ, പിന്നെ എൻ്റെ അടുക്കലേക്കാണ്, മർജിഉക്കും, നിങ്ങളുടെ മടക്കം, ഫഅഹ്കുമു ബൈനക്കും, അപ്പോൾ നിങ്ങൾക്കിടയിൽ ഞാൻ വിധി കൽപ്പിക്കും, ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ യേശുവിനെ കുറിച്ച് പല അഭിപ്രായമുണ്ട്. ദൈവമാണോ, ദൈവപുത്രനാണോ, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണോ, മൂന്നും കൂടിയ ആളാണോ എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഇടയിലുള്ള ഈ സംശയങ്ങളും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അന്ന് ഞാൻ വിധി കൽപ്പിക്കും, നിങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്ന കാര്യത്തിൽ വിധി കൽപ്പിക്കും എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരണത്. അപ്പോൾ ഈ ഒരു ആയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ അല്ലേ. ഈസാ നബി അലൈഹി സ്വലാമിനെ അല്ലെങ്കിൽ യേശുവിനെ അവർ ക്രൂശിച്ചിട്ടില്ല, കൊന്നു കളഞ്ഞിട്ട്, കുരിശിലേറ്റിയിട്ടുമില്ല, കൊന്നിട്ടുമില്ല. അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുകയാണ് ആകാശലോകത്തേക്ക്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളെ അവിശ്വസിച്ച ആളുകളെക്കാളും മുകളിലാക്കും ഖിയാമത്ത് നാൾ വരെ. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കമൊക്കെ ഉണ്ടെങ്കിൽ ഭിന്നിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിധി തീരുമാനിക്കണത് അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹു വിധി കൽപ്പിക്കും, നിങ്ങളെല്ലാവരും മടങ്ങി ചെല്ലേണ്ടത് അങ്ങോട്ടാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇനി അവിശ്വസിച്ച ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ചിട്ടാണ് അടുത്ത ആയത്തിൽ പറയണത്. ഫഅമ്മല്ലദീന കഫറു, എന്നാൽ അപ്പോൾ അവിശ്വസിച്ചവർ, ഫഉഅദ്ദിബുഹും, അവരെ ഞാൻ ശിക്ഷിക്കും, അദാബൻ ശദീദ, കഠിനമായ ശിക്ഷ, ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തിലും പരലോകത്തിലും, വമാലഹും മിൻ നാസിരീൻ, അവർക്കൊരു സഹായിയും ഉണ്ടാവുകയില്ല. അപ്പോൾ അവിശ്വസിച്ച ആളുകളെ കുറിച്ച് പറയുകയാണ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്, ഇഹത്തിൽ വെച്ചിട്ടും ഉണ്ടാവും പരലോകത്തും ഉണ്ടാവും, അവർക്കൊരു സഹായിയും ഉണ്ടാവൂല. ഇനി പറയണത് വിശ്വസിച്ച ആളുകളെ കുറിച്ച്, വഅമ്മല്ലദീന ആമനു, എന്നാൽ യാതൊരു കൂട്ടർ അവർ വിശ്വസിച്ചു, വിശ്വസിക്കുക മാത്രമല്ല, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു, ഫയുവഫീഹിം, അവർക്ക് പൂർണ്ണമായി കൊടുക്കും. കണ്ട, ഇവിടെ വന്ന വാക്ക് വഫ തന്നെയാണ്, പൂർണ്ണമായി കൊടുക്കും. ഉജൂറഹും, അവരുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നൽകും. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നിട്ട് പറയാണ്, ഇതൊക്കെ നബിയെ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്, ഞാൻ ഓതിത്തരികയാണ് എന്നാണ് പറയുന്നത് അടുത്ത ആയത്തിൽ. ദാലിക നത്ലൂഹു അലൈക്ക്, അത് നാം ഓതിത്തരുന്നു, അലൈക്ക നിനക്ക്, മിനൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളായിട്ട്, വദിക്രി, ഉത്ബോധനമായും, അൽ ഹക്കീം, യുക്തിമത്തായ, ഈ ഖുർആന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് യുക്തിമത്തായ ലക്ഷ്യങ്ങളും ഉത്ബോധനമായിക്കൊണ്ട് നിനക്ക് ഞാനിതൊക്കെ ഓതിക്കേൽപ്പിച്ചു തരികയാണ് എന്ന് പറഞ്ഞു. ഇനി ഈസാ നബീനെ ദൈവമായി ചിത്രീകരിക്കാനായിട്ട് ഇവർ പറയണ ഒരു കാര്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചിട്ടാണ് അല്ലേ. ഈസാ നബി പിതാവില്ലാതെ ജനിച്ചു എന്നൊരു കാരണം കൊണ്ടാണ് ദൈവപുത്രൻ എന്നൊക്കെ വിളിക്കാൻ കാരണം. അപ്പം അള്ളാഹു അവിടെ അതിനൊരു മറുപടി കൊടുക്കുകയാണ്. ഈസാ നബി ദൈവപുത്രനാണെങ്കിൽ അതിനേലും അർഹൻ ആരാണ്?
മാതാവോ പിതാവോ ഇല്ലാതെ ജനിച്ച ആദം നബി അലൈഹി ഇസ്ലാമാണ്. ഈസാ നബിക്ക് പിതാവ് മാത്രം ഇല്ലാണ്ടെന്നുള്ളൊരു മാതാവ് ഗർഭം ചുമന്ന് സാധാരണ രീതിയിൽ പ്രസവിക്കുക ചെയ്തത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, മാതാവും ഇല്ല പിതാവും ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അർഹൻ ആരാണ് ദൈവപുത്രനാകാൻ? ആദം നബി അലൈഹി ഇസ്ലാം അല്ലേ? അതാണ് അടുത്ത ആയത്തിൽ പറയണത്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ പറഞ്ഞു, നജ്റാനിൽ നിന്നും ഒരു സംഘം ആളുകൾ വന്നു, ക്രിസ്തീയ പുരോഹിതന്മാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തണ സംവാദത്തിനെ കുറിച്ചിട്ടാണ്, അവർ തമ്മിലുള്ള സംസാരത്തിലാണ് ഈ ആയത്തുകളെല്ലാം അവതരിച്ചതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ യജമാനനെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താണ് അങ്ങനെ പറയണേന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്: നിങ്ങൾ യേശുവിനെ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നു. അവർ ചോദിച്ചു, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനം ഒരു അത്ഭുതമല്ലേ? എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ യേശുവിനെ അല്ലെങ്കിൽ ഈസാ നബീനെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് ഈ ഹിജ്റ 9-ാം വർഷം നജ്റാനിൽ നിന്ന് വന്ന ഒരു 60 പേരടങ്ങുന്ന പണ്ഡിതന്മാർ അവരുടെ പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് പറയണത്. അപ്പം അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. ഇന്ന മസല ഈസ, നിശ്ചയമായും ഈസായുടെ ഉപമ, ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ, കമസലി ആദം, മസൽ എന്ന് വെച്ചാൽ പോലെ, കമസലി ഉപമ പോലെയാണ്. ആദമിൻ്റെ ഉപമ പോലെയാണ്. ആദം അലൈഹി ഇസ്ലാമിനെ പോലെ തന്നെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്നാണ് പറഞ്ഞു തരുന്നത്. ഖലഖഹു മിൻ തുറാബ്, ആദം നബി അലൈഹി ഇസ്ലാമിനെ ഖലഖഹു, അദ്ദേഹത്തെ സൃഷ്ടിച്ചു, മിൻ തുറാബ്, മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. സുമ്മ, പിന്നീട് ഖാല ലഹു, അതിനോട് അവൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, എന്ത്? കുൻ, ഉണ്ടാകുക. ഫ യകൂൻ, ഫ അപ്പോൾ, യക്കൂൻ, അതുണ്ടായി. അപ്പം ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച കാര്യം പറയാണ്. മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അതിനോട് എന്നിട്ട് പറഞ്ഞു ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. ഖുർആനിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും ആദം നബി അലൈഹി ഇസ്ലാമിനെയും കുറിച്ചുള്ള കുറച്ച് കൗതുകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ ഈസാ നബീനെ കുറിച്ചിട്ട് ഖുർആനിൽ 25 പ്രാവശ്യമാണ് ഈസാ നബിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആദം നബി അലൈഹി ഇസ്ലാമിനെയും അങ്ങനെ തന്നെയാണ്, 25 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ. ഈ നമ്മളിപ്പോൾ പഠിക്കണ ആയത്തല്ലേ, സൂറത്ത് ആലി ഇമ്രാനിലെ 59-ാമത്തെ ആയത്തിലാണ് പറയണത് കമസലി ആദം, ആദമിനെ പോലെ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാം എന്ന് പറയണത്. ഈ ആയത്ത് വരെ ഖുർആനിൻ്റെ തുടക്കം തൊട്ട് നോക്കുമ്പോൾ 7 തവണയാണ് ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് 7 പ്രാവശ്യം തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഒരു ഖുർആനിലുള്ളൊരു കൗതുകമാണ് കേട്ടോ. പിന്നെ 19-ാമത്തെ അധ്യായമായ സൂറത്ത് മറിയം, അതിൽ 19 തവണയാണ്. അവിടം വരെ എത്തുമ്പോൾ ഖുർആനിൽ മൊത്തം 19 തവണയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവണം എന്താണ്, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദൂതൻ മാത്രമാണെന്നുള്ളതാണ്. അത് ബൈബിളിലും നമുക്കതിനുള്ള തെളിവുകളുണ്ട് എന്നാണ് പറയണത്. ഇപ്പം യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാം അധ്യായം 34-ാം വചനത്തിൽ ദൈവം അയച്ചവൻ എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം സ്വന്തം പരിചയപ്പെടുന്നത്. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. ഈസാ നബി പറയണതിനെ കുറിച്ചിട്ട് പറയണത് ദൈവം അയച്ച ആളാണ്, ദൈവത്തിൻ്റെ വചനമാണ് പ്രസ്താവിക്കുന്നതെന്ന്. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 28-29 വചനങ്ങളിൽ പറയണത്, ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു. അതായത് യേശു പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ ദൈവത്തിനെ കുറിച്ച് അറിയണത്. ഞാൻ എവിടെ നിന്നാണെന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല. യേശു പറയാണ്, ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. എന്നെ അയച്ച ദൈവം സത്യവാനാകുന്നു, നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു. ഇതൊക്കെയാണ് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുള്ളത്. യേശു ഒരിക്കലും ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 24-ാം വചനത്തിൽ പറയണത്, നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ. അപ്പോൾ ഇവിടെ ഈ പിതാവ് എന്ന് പറയുമ്പോൾ അവിടെയാണ് പിതാവും പുത്രനും ഒക്കെ വന്നേക്കണം അല്ലേ. അപ്പോൾ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് യജമാനൻ എന്നും, പുത്രൻ എന്ന് പറഞ്ഞാൽ അടിമ. യജമാനൻ എന്ന് വെച്ചാൽ ദൈവം എന്നും, പുത്രൻ എന്ന് പറഞ്ഞാൽ അടിമ, അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഓരോരുത്തരെയും കുറിച്ചിട്ടാണ് ശരിക്കും പുത്രൻ എന്ന് പറയുന്നത്. ഒരിക്കലും യേശുവിനെ മാത്രമല്ല ബൈബിളിൽ പുത്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിതാവ് എന്ന് പറഞ്ഞത് ആരാ? ദൈവമാണ്. പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 22-ാം വചനം പറയണത്, യഹോവ ഫറോവയോട് ഇപ്രകാരം അരുൾ ചെയ്തു. യഹോവ എന്ന് വെച്ചാൽ ദൈവം ഫറോവയോട് പറഞ്ഞു, എന്ത്? ഇസ്രായേൽ എൻ്റെ പുത്രനാകുന്നു. ഇസ്രായേൽ എന്ന് വെച്ചാൽ ആരാണ്? യാക്കൂബ് നബി അലൈഹി സ്വലാം. എൻ്റെ പുത്രനാകുന്നു, എൻ്റെ ആദ്യജാതൻ തന്നെ. അപ്പം
ഈസാ നബീനെ മാത്രമല്ല, യേശുവിനെ മാത്രമല്ല പുത്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, യാക്കൂബ് നബി അലൈഹി സ്വലാമിനെയും പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ട് പറഞ്ഞ എന്താണ്? ഞാൻ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് സങ്കീർത്തനങ്ങൾ 2:7 പറഞ്ഞിട്ടുള്ളത് എന്താണ്? നീ എൻ്റെ പുത്രനാണ് എന്നാണ്. മുഴുവൻ ജനങ്ങളെ കുറിച്ചിട്ടും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 14:1 പറയണത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു എന്ന്. അപ്പോൾ എന്താണ്? യേശുവിനെ മാത്രമല്ല എന്താണ് മക്കളെന്ന് പറഞ്ഞിട്ടുള്ളത്. യേശു സ്വന്തം തന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയ എന്താണ്? ഞാൻ മനുഷ്യപുത്രനാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ പുത്രനല്ല എന്ന് മനസ്സിലാക്കാനുള്ള തെളിവുകളൊക്കെ നമുക്കുണ്ടല്ലേ. പിന്നെ കുറച്ച് വാക്കുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു രൂപത്തിലോട്ട് എത്തിയത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. അപ്പോൾ അത് പറയുമ്പോഴൊക്കെയാണ് ഇത് തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്, യേശു തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഖുർആനിൽ നോക്കിയാൽ കാണാൻ എന്താ? നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെ അനുസരിക്കുവിൻ, നിങ്ങൾ എന്നെ അനുസരിച്ചവൻ ദൈവത്തെ അനുസരിച്ചിരിക്കുന്നു, എന്നെ അനുസരിച്ച ആൾ ദൈവത്തെ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ പ്രവാചകനായ എന്നെ അനുസരിച്ചാൽ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറയണത് അല്ലേ. ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് യേശുവിനെ ദൈവമായിട്ടും ദൈവപുത്രനും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് അതാണ്, നിന്റെ റബ്ബിങ്കൽ നിന്ന് ഉള്ളതാണ് യഥാർത്ഥം, സത്യം നിന്റെ റബ്ബ് പറഞ്ഞു തന്നതാണ്, അതിനാൽ നീ സംശയിക്കുന്ന ആളുകളിൽ പെട്ടുപോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആയത്ത് നോക്കാം. അൽ ഹഖ് യഥാർത്ഥം, മിർ റബ്ബിക്ക് നിന്റെ റബ്ബിങ്കൽ നിന്നാകുന്നു, ഫലാ തക്കുൻ അതിനാൽ നീ ആയിരിക്കരുത്, മിനൽ മുംതരീൻ സംശയിക്കുന്ന ആളുകളിൽ നീ പെട്ടുപോകരുത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, നിങ്ങൾക്ക് ഈസാ നബീനെ കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ചരിത്രം ഇന്ന പോലെയൊക്കെയാണ് വളരെ വ്യക്തമാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു, വിവരിച്ചു തന്നു. ഇനിയും നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അവരോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇനി അവർ നിന്നോട് ന്യായവാദത്തിന് വരികയാണെങ്കിൽ. ആരാണ് ഈ അവർ എന്ന് പറയുന്നത്? നജ്റാനിൽ നിന്ന് വന്ന 60ഓളം പണ്ഡിതന്മാരും പുരോഹിതന്മാരും അടങ്ങുന്ന ആ സംഘത്തിനോട് പറയാണ്, ഇനിയും നിങ്ങൾക്ക് സംശയത്തിലാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വായോ, എൻ്റെ അടുത്തേക്ക് വായോ, നിങ്ങളുടെ കുടുംബങ്ങളെയും കൊണ്ട്, നിങ്ങളുടെ സ്ത്രീകളെയും പുത്രന്മാരെയൊക്കെ കൊണ്ടുവായോ, ഞാനും എൻ്റെ സ്ത്രീകളും പുത്രന്മാരും ഒക്കെ ഒരുമിച്ച് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാം. ആരാണോ ഇതിൽ വ്യാജം പറയുന്നത്, കളവാക്കുന്നത്, അങ്ങനെ വ്യാജമാക്കുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന, അതിനെ പറയണതാണ് മുബാഹല എന്നാണ് അതിനെ പറയുക. അങ്ങനെ മുബാഹല നടത്താനായിട്ട് വിളിക്കാനാണ് അള്ളാഹു പറയണത്. ആയത്തിലോട്ട് നോക്കാം നമുക്ക്. ഫമൻ ഹാജക, ഫമൻ എന്നാൽ ആരെങ്കിലും, വല്ലവനും, ഹാജക നിന്നോട് ന്യായവാദം നടത്താൻ, തർക്കം നടത്താൻ വന്നാൽ, ഫീഹി ഈ വിഷയത്തിൽ, മിംബഅദി അവർ ശേഷമായിട്ട്, മാ ജാഅക നിനക്ക് വന്നതിന് ശേഷം, മിനൽ ഇൽമി അറിവിൽ നിന്നും, ഇപ്പോൾ ഈ പറഞ്ഞ അറിവുകളൊക്കെ നിനക്ക് കിട്ടി അതിന് ശേഷവും അവർ നിന്നോട് തർക്കിക്കാൻ വരികയാണെങ്കിൽ നീ പറയുക, ഫഖുൽ അപ്പോൾ നീ പറയുക, തആലൗ നിങ്ങൾ വരൂ, നദ്ഉ നാം വിളിക്കാം, അവരോട് വരാൻ പറയണം, ഞാൻ വിളിക്കാം, ആരെ? അബ്നാഅന ഞങ്ങളുടെ പുത്രന്മാരെ, വ അബ്നാഅക്കും നിങ്ങളുടെ പുത്രന്മാരെയും, വനിസാഅന ഞങ്ങളുടെ സ്ത്രീകളെയും, വനിസാഅക്കും നിങ്ങളുടെ സ്ത്രീകളെയും. അതായത് രണ്ടു കൂട്ടരും അവരുടെ കുടുംബങ്ങളെ, ഭാര്യമാരെയും മക്കളെയും ഒക്കെ വിളിക്കാൻ. ഫഅംഫുസന ഞങ്ങളെ തന്നെ, ഞങ്ങൾ സ്വന്തങ്ങൾ തന്നെയും നമ്മളും വേണം, വഅംഫുസക്കും നിങ്ങളും വേണം, നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളും. സുമ്മ പിന്നീട് എല്ലാവരും കൂടി കൂടിയിട്ട് എന്താണ്? സുമ്മ നബ്തഹിൽ പിന്നെ നമുക്ക് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. ഫനജ് അള്ളാഹുവിൻ്റെ ശാപത്തെ ആക്കാനായിട്ട് അങ്ങനെ നാം ആക്കുക, അലൽ കാദിബീൻ വ്യാജം പറയുന്നവരുടെ മേൽ. ആരാണോ വ്യാജം പറയുന്നത് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ വരൂ, നിങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ പുത്രന്മാരെയും വിളിക്കുക, അല്ലെങ്കിൽ മക്കളെയും വിളിക്കുക, ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളും ഞങ്ങളുടെ പുത്രന്മാരും വിളിക്കാം, എന്നിട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് ഈ ഒരു ആയത്തിൽ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം അവർ സമ്മതിച്ചു, വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരെല്ലാവരെയും കൊണ്ടിട്ട് നിശ്ചയിച്ച സമയത്ത് തയ്യാറായിട്ട് വന്നു. പക്ഷേ ക്രിസ്ത്യാനികളുടെ സംഘം വരുവാനായിട്ട് ധൈര്യപ്പെട്ടില്ല. തൽക്കാലം ചില ഒഴിവുകൾ പറഞ്ഞ് അവർ പിന്മാറുകയാണ് ചെയ്തത്.
അപ്പോൾ അവരുടെ സംഘത്തിലെ ചില നേതാക്കൾ മുബാഹലയ്ക്ക് അനുകൂലം പ്രകടിപ്പിച്ചപ്പോൾ മറ്റു ചിലർ അവരോട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദ് സത്യവാനായ ഒരു പ്രവാചകനാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പ്രവാചകനുമായി ശാപപ്രാർത്ഥന അല്ലെങ്കിൽ മുബാഹല ചെയ്താൽ നടത്തുന്ന ജനത നാമാവശേഷമാവാണ്ടിരിക്കൂല. അവർക്ക് ഉറപ്പാണ് പ്രവാചകനുമായിട്ട് ഇത് പ്രാർത്ഥനയ്ക്ക് പോയാൽ അവരാകെ നശിച്ചു പോകുന്നുള്ളത്. അപ്പോൾ അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അവർ മുബാഹലയ്ക്ക് പുറപ്പെട്ടു വന്നിരുന്നുവെങ്കിൽ അവരുടെ സ്വത്തും കുടുംബവും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് മടങ്ങാമായിരുന്നു എന്ന്. അപ്പോൾ അവർക്കത് അറിയാവുന്നത് കൊണ്ട് അവർ ഈ മുബാഹലയ്ക്ക് വന്നില്ല. എന്തായാലും ഈ മക്കളെയും കുട്ടികളെയൊക്കെ കൊണ്ട് ഒരിക്കലും ഒരാളൊരു നാശത്തിലേക്ക് വലിച്ചിടാനായിട്ട് ധൈര്യപ്പെടൂല അല്ലേ. അതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞത് ഹവാരികളുടെ ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ പ്രവാചകനെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ ഞങ്ങളെ നീ സാക്ഷ്യപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അവർ പ്രാർത്ഥിച്ചു. പിന്നെ ഇവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ യേശുവിനെതിരെ പ്രയോഗിച്ച തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ തന്ത്രം പ്രയോഗിച്ചപ്പോൾ അള്ളാഹുവും തിരിച്ച് അവർക്കെതിരിൽ തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹുവിൻ്റെ അത്ര തന്ത്രം പ്രയോഗിക്കാൻ ആരുമില്ല. അള്ളാഹു ആണ് ഖൈറുൽ മാക്കിരീൻ. തന്ത്രം പ്രയോഗിക്കുന്നവൽ ഏറ്റവും ഉത്തമൻ അള്ളാഹു ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹു ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഹേ ഈസ, നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് എടുക്കുകയാണ്, നിന്നെ ഉയർത്തി എന്നിലേക്ക് കൊണ്ടുപോവുകയാണ്, നിന്നെ ശുദ്ധീകരിക്കുകയാണ് ഈ അവിശ്വാസികളിൽ നിന്നൊക്കെ. എന്നിട്ട് നിന്നെ പിൻപറ്റിയ ആളുകളെ ഞാൻ അവിശ്വസിച്ചവരുടെ മുകളിലാക്കും ഖിയാമത്ത് നാൾ വരെ. പിന്നെ ഇവരെല്ലാവരും തിരിച്ചു വരുന്നത് നമ്മുടെ അടുത്തേക്കാണ്. അപ്പോൾ ഞാൻ അവർക്ക് വിധി കൽപ്പിക്കും. അവർ ഭിന്നിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് ഞാൻ വിധി കൽപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിശ്വസിച്ച ആളുകളുടെ മേൽ അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷ ഉണ്ടാവും, ഇഹത്തിലും പരത്തിലും ഉണ്ടാവും എന്ന് അള്ളാഹു പറഞ്ഞു. അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇനി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം അള്ളാഹു പൂർത്തിയായി കൊടുക്കും. അള്ളാഹു ഒരിക്കലും അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. കൃത്യമായ രീതിയിലാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് അല്ലേ. പിന്നെ പറഞ്ഞു, ഈസാ നബീനെ ഇവർ ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നൊക്കെ പറയാനുള്ളൊരു കാരണം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനമാണ്, പിതാവില്ലാണ്ട് ജനിച്ചു എന്നതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, എന്താണ്, ഈസാ നബിയുടെ പോലെ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാം അല്ലേ, അല്ലെങ്കിൽ അതിനേലും മേലെ. ആദം നബി അലൈഹി സ്വലാമിന് പിതാവോ മാതാവോ ഇല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവെങ്കിലും ഉണ്ട്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്, എന്നിട്ട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥ പ്രകാരം അള്ളാഹു വിവരിച്ചു തരികയാണ്. നീ ഒരിക്കലും സംശയത്തിൽ പെട്ടുപോകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു. ഇനിയും തർക്കിക്കാൻ വരികയാണെങ്കിൽ പറയുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവരൂ, ഞങ്ങളും വരാം, ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നമ്മളിൽ ആരാണോ വ്യാജമാക്കുന്നത് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിക്കണത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.